ഹായ് ഫ്രണ്ട്സ്, ഐക്യു എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഏറ്റവും അവസാനമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫോണാണ്. അതായത് 15,000 രൂപ പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന ഒരു ടാഗ് ലൈനോട് കൂടി പുറത്തിറക്കിയിട്ടുള്ള ഒരു മോഡലാണ് Iqoo Z6 എന്ന് പറയുന്നത്. Z6 അതായത് ഈ ഒരു ഫോണിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിനകത്ത് തന്നെ കയറിയിട്ട് Vivo T1 5G മലയാളം അൺബോക്സിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടാമതോ മൂന്നാമതോ നാലാമതോ ഒക്കെ ആയിട്ട് എൻ്റെ വീഡിയോ വരും. ഞാൻ അൺബോക്സ് ചെയ്ത Vivo T1 5Gയുടെ വീഡിയോ വരും. ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ആ ഒരു ഫോൺ തന്നെയാണ് Iqoo Z6 എന്ന് പറയുന്നത്. ഞാൻ 2 ദിവസം മുൻപ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഓപ്പോയുടെയും വൺ പ്ലസിൻ്റെയും ഫോണൊക്കെ ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ട് നാക്ക് വായിലേക്ക് കിട്ടില്ല. അപ്പോഴേക്കും വിവോയും ഇറക്കിയിട്ടുണ്ട് അതേപോലത്തെ ഒരു ഫോൺ. അതായത് വിവോയുടെ ഒരു ഫോൺ മാർക്കറ്റിനകത്ത് ഇപ്പോൾ ഇറങ്ങിയിട്ടാണ്. സാധാരണ റെഡ്മിയും പോക്കോണ് ഇത്തരത്തിലൊക്കെ ഒരേപോലെയുള്ള ഒരേ സെയിം സ്പെസിഫിക്കേഷനോട് കൂടിയിട്ട് തന്നെ പേര് മാത്രം മാറ്റിയിട്ടുള്ള മോഡൽ ഇറക്കുന്നത്. റെഡ്മിയും പോക്കോയും ഇറക്കുന്നത്. പക്ഷേ ഇപ്പോൾ വിവോയും ആ ഒരു മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. സാധാരണ ഐക്യൂയുടെ ഫോണും വിവോയുടെ ഫോണും ഓൾമോസ്റ്റ് സോഫ്റ്റ്വെയർ വൈസ് ഒക്കെ സെയിം ആണ്. എന്നിരുന്നാൽ കൂടി വിവോ ഫോൺസ് എന്ന് പറയുന്നത് ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഐക്യൂ കുറച്ചുകൂടി പെർഫോമൻസ് സൈഡിലേക്ക് ഫോക്കസ് ചെയ്യുന്ന മോഡലുകളാണ് പുറത്തിറക്കിയിരുന്നത്. പിന്നെ ഒന്ന് ഓഫ്ലൈൻ പ്രൊഡക്റ്റും ഒന്ന് ഓൺലൈൻ പ്രൊഡക്റ്റാണ്. അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഒരു കറക്റ്റ് ഒരു ഫോണിൻ്റെ സെയിം ഒരു കോപ്പി ഫോൺ ഇപ്പുറത്ത് ഇറക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നുണ്ട് Iqoo സീരീസിനകത്ത് വരുന്നത്. ബാക്കി ഒരുവിധം എല്ലാ ഫോണുകളും ഐക്യൂ ഫോണൊക്കെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അറിയാം അത് വിവോ സെയിം തന്നെയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. എന്നിരുന്നാലും ഇത്തരത്തിൽ ഒരു കോപ്പി ഫോൺസ് ഇറക്കിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാൽ നല്ല സ്പെസിഫിക്കേഷൻ വൈസ് ഒക്കെ സെയിം തന്നെയാണ്. നല്ല ഫോൺ തന്നെയാണ്. അതായത് എന്താ പറയണ്ടേ, ഡിസൈൻ തൊട്ട് A to Z എല്ലാതും ഈ Vivo T1 5G എന്ന് പറയുന്ന ആ ഒരു സെയിം സ്മാർട്ട് ഫോൺ തന്നെയാണ് കേട്ടോ. ഞാൻ ഈ മൊബൈൽ വെച്ച് സ്റ്റാൻഡ് കിടന്ന് ആടുണ്ട്, അതുകൊണ്ടാണ് കിടന്ന് ഷിവർ ചെയ്യുന്നത്. വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങളുടെ ഫോണിന് കുഴപ്പമില്ല, എൻ്റെ ഫോണിന് കുഴപ്പമാണ്. അപ്പോൾ എന്താ പറയുക, മൊത്തത്തിൽ നോക്കുമ്പോൾ സർവീസ് സെൻറ്റർ തൊട്ട് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ ആ കമ്പനീനെ കുറ്റം പറയുന്നൊന്നല്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഇറക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. കാരണം ഈ 2 ഫോൺ സെയിം തന്നെയാണ്. ഇപ്പോൾ T1 5G എന്ന് പറയുന്നത് ഓൺലൈനിൽ ഓഫ്ലൈനായിട്ട് കിട്ടും, ഓൺലൈനിൽ രണ്ട് ഭാഗത്തും കിട്ടും. Iqoo എന്ന് പറയുന്നത് ഓൺലൈനിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന മോഡലാണെന്ന് മാത്രം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അതും ഞാൻ ഒരു യൂട്യൂബേഴ്സിന് കുറ്റം പറയുന്നതല്ല. എന്താ പറയുക, ഇപ്പോൾ Vivo T1 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇത്തരത്തിൽ ടെക് വീഡിയോസ് ചെയ്യുന്നവർ ഈ ഫോണിനെ കളിയാക്കിക്കൊണ്ട് വീഡിയോസ് ചെയ്തു. അതായത് ഈ ഫോൺ കാര്യമില്ല, പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് റിവ്യൂകൾ കുറേ പേര് ചെയ്തിട്ടുണ്ട്. നല്ല ചെയ്തിട്ടുണ്ട്, പൊട്ടും ചെയ്തിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ T1 5G അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. കുറച്ച് നെഗറ്റീവ് റിവ്യൂ ഉണ്ട്, കുറച്ച് നെഗറ്റീവ് ഭാഗങ്ങളുണ്ട്. എന്നിരുന്നാലും ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഒരു ഓഫ്ലൈൻ പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് കുറച്ച് നല്ലൊരു ഫോൺ തന്നെയാണ് ഈ T1 5G എന്ന് പറയുന്നത്. പക്ഷേ ഇനി നോക്കിക്കോളും, നേരത്തെ ഈ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂ ഇട്ട അവരൊക്കെ തന്നെ ഈ Iqoo എന്ന് പറയുന്ന ഫോണിനെ നല്ല രീതിയിൽ തള്ളി മറിക്കുന്നത് കാണാം, നല്ല രീതിയിൽ പൊക്കുന്നത് കാണാം. അതിപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് അങ്ങനെയാണ് യൂട്യൂബിന്. അതായത് ഓഫ്ലൈൻ പ്രൊഡക്റ്റുകളെ നല്ല രീതിയിൽ ചവിട്ടി കഴിഞ്ഞാൽ റീച്ച് കിട്ടും എന്ന രീതിയിലുള്ള പല വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് ഒരു കമ്പനിക്കാരും കാശൊന്നും തരുന്നില്ല കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഷോപ്പ് നടത്തി നമ്മൾ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. നിങ്ങൾ തന്നെ ഇപ്പോൾ ഐക്യൂയുടെ ഫോണുകൾ വിവോയുടെ ഫോണിനകത്ത് നെഗറ്റീവ് പറഞ്ഞാൽ അവർ തന്നെ സെയിം ആയിട്ട് Iqoo ഫോൺസിനെ പൊക്കി പറയുന്ന കാണാം. ഇതുപോലെ തന്നെയാണ് റെഡ്മിയുടെ ഫോണുകളും. റെഡ്മിയുടെ ഫോണിനെ നല്ല രീതിയിൽ നെഗറ്റീവ് പറയും. റെഡ്മി പോരാ, അതിൻ്റെ ക്യാമറ പോരാ, അത് പോരാ, ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും ഒരു 1000 രൂപ കുറഞ്ഞ പോക്കോ എന്ന് പറയുന്ന സെയിം ഫോൺ തന്നെ, ആ സെയിം ഫോൺ തന്നെ എന്താ പറയുക, പൊക്കി തള്ളും. ബെസ്റ്റ് ഫോണാണ്, സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് ഇടിപ്പിക്കും. അതാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞു മാത്രം. അതിനകത്ത് വേറെ ഒരു നെഗറ്റീവായിട്ട് പറയുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസേഷൻ വായിച്ചു തരാം. വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ Vivo T1 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ സെയിം തന്നെയാണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂയും അൺബോക്സിങ് നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പെട്ടി മാത്രം മാറ്റമുള്ളൂ. പെട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനകത്ത് വരുന്ന ബാക്ക് സൈഡിൽ വിവോയുടെ ഫോണിനകത്ത് വിവോ എന്ന് എഴുതിയിട്ടുണ്ട്, Iqoo ആയപ്പോൾ Iqoo എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വിവോയുടെ ഫോൺ ഓൺ ആകുമ്പോൾ Vivo 5G എന്ന് എഴുതി കാണിക്കും. ഇവിടെ Iqoo ഓൺ ആകുമ്പോൾ Iqoo 5G എന്ന് എഴുതി കാണിക്കും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോഫ്റ്റ്വെയർ, സർവീസ് സെൻറ്റർ തൊട്ടിട്ട് ബാറ്ററി, ക്യാമറ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.58 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്, നല്ല മികച്ച ഡിസ്പ്ലേ തന്നെയാണ്. AMOLED നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നല്ല മികച്ച ഒരു ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഫോണിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. Qualcomm Snapdragon 695 എന്ന നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ബഡ്ജറ്റ് ഒരു ബിലോ 20K ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്.
ഒരുപാട് അപ്ഡേറ്റുകൾ കിട്ടുന്ന, അധികം കംപ്ലൈൻറ്റുകളൊന്നും ആരും പരാതികളൊന്നും ആരും പറയാത്തൊരു ചിപ്സെറ്റ് തന്നെയാണ് എന്ന് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഫോണുകൾ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ ക്യാമറ എന്ന് പറയുന്നത് 3 ക്യാമറ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ റിയർ ക്യാമറ, 2 മെഗാ പിക്സലിൻ്റെ വീതം രണ്ട് ക്യാമറകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. ക്യാമറ നല്ലതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പെർഫോമൻസ് സൈഡിലേക്ക് മാത്രം നോക്കുന്ന ഫോണല്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 15,000 അല്ലെങ്കിൽ ഒരു 16,000 ആ റേഞ്ചിനകത്തൊക്കെ നല്ലൊരു ക്യാമറ ഗുഡ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഒന്നും കിട്ടില്ല എന്ന് മാത്രമല്ലോ, പക്ഷേ എന്നിരുന്നാലും ഡിസ്പ്ലേ നല്ലതാണ്. നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ലോ ലൈറ്റിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്യാമറ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ക്യാമറയ്ക്കകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. ഞാൻ മൊത്തത്തിൽ പറയാനുള്ളത്, ഞാൻ ഇതൊരു ഈ ഒരു Iqoo Z6 കുറ്റമായിട്ട് പറയുന്നൊന്നുമല്ല. എന്നിരുന്നാലും ഒരേ കമ്പനി തന്നെ ഇത്തരത്തിൽ ഒരേ ഫോൺ തന്നെ പിന്നെയും പുറത്തിറക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്കറിയാത്ത. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഒരാൾ, വിവോ വേണോ Iqoo എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം വിവോ എടുത്താൽ മതി എന്ന് പറയുള്ളൂ. വേറെ ഒന്നുമില്ല, റീസെയിൽ വാല്യൂ എന്നൊരൊറ്റ കാരണം മാത്രമാണ്. ബാക്കി ഇത്ര നാളും സർവീസ് സെൻറ്റർ സപ്പോർട്ടില്ല എന്ന് പറയുമായിരുന്നു Iqooന്. പക്ഷേ ഇപ്പോൾ വിവോയുടെ എല്ലാ സർവീസ് സെൻറ്ററിനകത്തും Iqooയുടെ ഫോണുകൾ അത് സർവീസ് സെൻറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പറയാനില്ല. വേണമെങ്കിൽ റീസെയിൽ വാല്യൂ പിന്നെ വിവോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മലയാളികൾക്കുണ്ട് കുറച്ചുകൂടിയും. അപ്പോൾ ആ ഒരു ബേസ് കൊണ്ട് മാത്രം പറയാമെന്ന് മാത്രം. റേറ്റും പ്രൈസ് റേഞ്ചൊക്കെ സെയിം തന്നെയാണ്. കാർഡ് ഓഫറും കാർഡിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഫോണും സെയിം റേറ്റിന് തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്. പിന്നെ നമുക്ക് 2 ഫോണുകൾ വരുന്നുണ്ട്. ഓപ്പോയുടെ A96ഉം A76 എന്ന് പറയുന്ന 2 ഫോണുകൾ അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു വീക്ക് ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് റിലേറ്റഡ് വീഡിയോകളൊക്കെ കാണുന്നതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്.